ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അയ്യോ മോളെ, അയ്യോ എന്തു പറ്റി ആന്റി? മോളെ കണ്ടില്ലേ അച്ചിമോളുടെ ഫോട്ടോ താഴെ വീണ് ഉടഞ്ഞത്? പുറത്ത് നല്ല കാറ്റാ, അതുകൊണ്ടായിരിക്കും. കാറ്റടിച്ച് വീണതല്ലേ. അതിന് ആന്റി എന്തിനാ എത്ര വിഷമിക്കുന്നത്? നാളെ നമുക്കിത് ഫ്രെയിം ചെയ്യാൻ കൊടുക്കാം. എന്റെ മോക്ക് എന്തോ പറ്റിയിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഈ സമയത്ത് ഇങ്ങനെ ഫോട്ടോ താഴെ വീണ് ഉടയത്തില്ല. അതെ, ജീവിച്ചിരിക്കുന്നവരുടെ ഫോട്ടോ താഴെ വീണ് ഉടയുന്നത് അവർക്കെന്തോ അപകടം പറ്റുമ്പോഴാണ് പറഞ്ഞു കേട്ടിരിക്കുന്നത്. എന്റെ ഈശ്വര, എന്താ ആന്റി ഇങ്ങനെ കൊച്ചു പിള്ളേരെ പോലെ? അതൊക്കെ ഓരോരുത്തർ പറഞ്ഞുണ്ടാക്കുന്ന അന്ധവിശ്വാസങ്ങളല്ലേ. ആരുടെയെങ്കിലും കൈ തട്ടിയാലോ കാറ്റടിച്ചാലോ ഇനിയൊരു സാരിത്തുമ്പ് തൊട്ടാലും മതി, ചിലപ്പോ ഇതൊക്കെ വീണുടയാൻ. അതിന് ഇത്ര മാത്രം വിഷമിക്കേണ്ട ഒരു കാര്യമില്ല. അല്ല മോളെ, എത്ര നാളായി അവളെ കാണാതായിട്ട്. ഇതുവരെ ഈ ഫോട്ടോ ഇങ്ങനെ താഴെ വീണുടഞ്ഞിട്ടില്ലല്ലോ. വൈകുന്നേരം മുതല് ഒരു വല്ലാത്ത കാറ്റും കോളും. സന്ധ്യക്ക് വിളക്ക് കത്തിച്ചപ്പോ പോലും കാറ്റത്ത് ആ വിളക്ക് അണഞ്ഞു പോയി മോളെ. അതൊക്കെ ദുർനിമിത്തങ്ങളാ. എന്റെ മോക്ക് എന്തോ പറ്റിയിട്ടുണ്ട്. ഒന്നുമില്ല ആന്റി, ഇപ്പോഴത്തെ കാറ്റ് വിശ്വസിക്കാൻ പറ്റത്തില്ല. ഒരുതരം വല്ലാത്ത കാറ്റാ. ഇതുപോലെ മേശപ്പുറത്തിരിക്കുന്ന പലതും താഴെ വീണുടയും. ഇന്നലെ തന്നെ മേശപ്പുറത്തിരുന്ന ഒരു ഗ്ലാസ് താഴെ വീണ് ഇതേപോലെ ഉടഞ്ഞതാ. ആണോ? പിന്നെ അല്ലാതെ. ആന്റി ഇങ്ങോട്ട് വന്ന വാ. അയ്യോ, ആന്റിയുടെ കയ്യില് ചോര പിടിഞ്ഞല്ലോ. കുപ്പിച്ചില്ല് കൊണ്ടതായിരിക്കും. ഇതൊക്കെ നോക്കണ്ടേ ആന്റി? വെപ്രാളത്തില് ഫോട്ടോ എടുത്തപ്പോ കുപ്പിച്ചില്ല് കൊണ്ടതാ. മോളെ, ഇത്ര സന്ധ്യക്ക് എന്റെ കയ്യിൽ നിന്ന് ചോര പൊടിഞ്ഞില്ലേ? അത് ദുർനിമിത്തമല്ലാതെ പിന്നെന്താ? എനിക്കെന്തോ പേടിയാവുന്നു മോളെ. എന്തോ അനർത്ഥം സംഭവിക്കാൻ പോകുന്നുണ്ട്. ആ, ഇന്ന് ഇടിയോട് കൂടിയ മഴയും നല്ല കാറ്റും ഉണ്ടാവുമെന്ന് കാലാവസ്ഥാ പ്രവചനത്തിൽ ഉണ്ടായിരുന്നു. അതാ ഇന്ന് രാത്രി സംഭവിക്കാൻ പോകുന്ന അനർത്ഥം. ഓരോ അന്ധവിശ്വാസങ്ങളെ. വാ ഇങ്ങോട്ട്, അല്പം ഡെറ്റോൾ ഒഴിച്ച് കഴുകാം. വരാൻ വാ ആന്റി, വാ.